എന്നിട്ടാ വാപ്പി കഴിക്കാൻ മേടിച്ചേ? ഇത് കട്ട്ലേറ്റും സമൂസയും മേടിച്ചിട്ടുണ്ട് പാപ്പി. ഹായ് കട്ട്ലേറ്റാ? കട്ട്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അതാ ഭാഗത്തേക്ക് വന്നു. അതെ, കടയില് കട്ട്ലേറ്റ് തീർന്നു പോയായിരുന്നു. അതിന് പകരം പിള്ളേർക്ക് രണ്ടുപേർക്കും സമൂസ മേടിച്ചിട്ടുണ്ട്. ഉമ്മായും ഉമ്മയും നോമ്പ് പിടിച്ചിരിക്കുകയല്ലേ, അവർ സമൂസ തിന്നുമില്ല. അവർ കട്ട്ലേറ്റ് അല്ലേ തിന്നുള്ളൂ. അതുകൊണ്ട് മക്കൾ ഇന്ന് സമൂസ തന്നാൽ മതി. വാപ്പി നാളെ കട്ട്ലേറ്റ് മേടിച്ചു തരാട്ടാ. ഇത് ഉമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക്. വാപ്പി ഒന്ന് കുളിക്കട്ടെ ഏട്ടാ. എൻ്റെ പേർക്കൊക്കെ ഉമ്മീ. ഇന്ന് ഉമ്മി വാപ്പി തന്നാണ് സമൂസയും കട്ട്ലേറ്റ് ഉണ്ട്. നാളെ ഞങ്ങൾ നോമ്പ് പിടിക്കൂട്ടാ. ഇന്ന് പരീക്ഷ കാരണം ഞാൻ നോമ്പ് പിടിപ്പിക്കാതിരുന്നതല്ലേ, നാളെ എന്തായാലും പിടിപ്പിക്കും. എന്തത്? അയ്യോ, ഇത് ഇന്നലെ കഴിച്ചൊന്നും സമൂസ ഇത് പിള്ളേർ കഴിച്ചില്ലേ? റംസേ എന്താണ്? ഇന്നലെ മേടിച്ചൊന്ന് സമൂസ അവിടെ ബാക്കിയിരിക്കണ്ടല്ലോ, അവര് തിന്നില്ല. അത് അവര് കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞേ, കട്ട്ലേറ്റ് തിന്നാൻ കൊടുത്തു. ആണോ? അതെ, നിങ്ങൾ രണ്ടുപേരും നല്ല മൂഡിലാണ് ഇരിക്കണേ. ഇന്നലെ രണ്ടുപേരും എടുത്ത് വാപ്പി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന. എന്തായാലും വാപ്പി? ഇന്നലെ വാപ്പി കട്ട്ലേറ്റും സമൂസയും മേടിച്ചു വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഉമ്മായും ഉമ്മയും നോമ്പ് പിടിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ അവർ കട്ട്ലേറ്റിൽ തിന്നുള്ളൂ, സമൂസ തിന്നില്ല ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ കട്ട്ലേറ്റ് എടുത്ത് തിന്നാ? കട്ട്ലേറ്റ് ഞങ്ങൾ തിന്നാമോ ചോദിച്ചിട്ട് ഉമ്മി ഞങ്ങളോട് പറഞ്ഞേ കട്ട്ലേറ്റ് തിന്നാമോ. ഉമ്മിയുടെ അടുത്തത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മി കഴിച്ചോളാനേ പറയുള്ളൂ. എല്ലാ ഉമ്മമാരും മക്കളുടെ വയറ് നിറഞ്ഞു കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആ സമൂസ വേസ്റ്റായി പോയില്ലേ, ഇപ്പോൾ എല്ലാവർക്കും കൂടെ നോമ്പല്ലേ, ഇനിയിപ്പോൾ ആ ഫുഡ് ആര് കഴിക്കാനാ? ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയാ വാപ്പി? മക്കൾ രണ്ടും ചെയ്തത് തെറ്റാണെന്നല്ല വാപ്പി പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ആ ഫുഡ് കഴിച്ചായിരുന്നെങ്കിൽ അത് അവിടെ വേസ്റ്റായി പോകില്ലായിരുന്നല്ലോ. മക്കളെ, നമ്മുടെ പാത്രത്തിലുള്ളതൊന്നും മറ്റുള്ളവൻ്റെ പാത്രത്തിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല. ഈ റമദാനിക്ക് എത്രയോ ആൾക്കാർ ഈ ലോകത്ത് പട്ടിണി എടുക്കണമെന്നറിയാമോ, ഭക്ഷണം ലഭിക്കാണ്ട്. അതുകൊണ്ട് മക്കൾ ഒരു കാരണവശാലും ഭക്ഷണമൊന്നും വേസ്റ്റാക്കി കളയരുത്. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങളുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിഷമിക്കൊന്നും വേണ്ട. വാപ്പി അതങ്ങനെ പറഞ്ഞിട്ട് പോയെന്നുള്ളൂ. നിങ്ങൾ ഏതാണെന്ന് വെച്ച് പോയി കളിച്ചോ കേട്ടാ. അതെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഉമ്മയുടെ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ.